RDX ആദ്യ വിഷയത്തിലേക്ക് CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതമായ നയരൂപീകരണ പ്രക്രിയ മധുരയിൽ പുരോഗമിക്കുന്ന വേളയിൽ തന്നെ ആ പാർട്ടിയെ രാഷ്ട്രീയമായി തളർത്തുന്ന ഒരു കേസിൽ കുറ്റപത്രവും തയ്യാറായിരിക്കുന്നു. ഇന്ന് CPIMന്റെ ദേശീയ മുഖമാണ് പിണറായി വിജയൻ. കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റിക്ക് വീഴ്ച പറ്റി എന്ന് ഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ച ദിവസം തന്നെയാണ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഉടനടി വിചാരണയ്ക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതിയും നൽകി. CMRL എക്സാലോജിക് പണമിടപാട് കേസ് ഇതിനു മുമ്പും RDX ചർച്ചയ്ക്കെടുത്തതാണ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയ ദിവസം. പക്ഷേ ഇപ്പോൾ വീണയും മുഖ്യമന്ത്രിയും പാർട്ടിയും വീണ്ടും പ്രതിരോധത്തിലായിരിക്കുന്നു. പിണറായി വിജയനെ ലക്ഷ്യമിട്ട ഒരു രാഷ്ട്രീയ കുരുക്കാണോ അണിയറയിൽ ഒരുങ്ങുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നുവെന്ന പാർട്ടിയുടെ ഡിഫൻസിൽ വാസ്തവമുണ്ടോ? ആദ്യം ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ കാണാം. 59 സെക്കൻഡിൽ ശേഷം ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ടി വീണയ്ക്കെതിരായ SFIO നടപടിയെ രാഷ്ട്രീയമായി ചെറുക്കാനാണ് CPMന്റെ തീരുമാനം. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള മഴവിൽ സഖ്യത്തിന്റെ ഗൂഢാലോചനയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് അഖിലേന്ത്യാ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് രാഷ്ട്രീയ പശ്ചാത്തലമൊരുക്കാനുള്ള ഗൂഢാലോചനയായും ഈ ഘട്ടത്തിൽ വരുന്ന നടപടിയെ പാർട്ടി വിലയിരുത്തുന്നു. കേസിൽ CPIM ഒറ്റക്കെട്ടായി രാഷ്ട്രീയ പ്രതിരോധമുയർത്തുന്നു. അതേസമയം വിജിലൻസ് അന്വേഷണ ആവശ്യത്തിന് ഹൈക്കോടതിയിൽ നിന്നേറ്റ ക്ഷീണം SFIO നടപടിയിലൂടെ തീർക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. കേസിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയമില്ലെന്നും മകളുടെ പേരിൽ കേസെടുത്തതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നടത്തി തിരിച്ചടി നേരിട്ട മാത്യു കുഴൽനാടൻ MLA. വരും ദിവസങ്ങളിലും ഈ വിവാദം കത്തിയാളുമെന്നുറപ്പ്. RDX ട്രാപ്പ് ന്യൂസ് മലയാളം. എന്താണ് SFIO എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വേണം പോകാൻ. വീണ തൈക്കണ്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഏത് നിലക്കാണ് ഈ കേസ് കുരുക്കാവുക അല്ലെങ്കിൽ ഗൗരവതരമാവുക എന്നത് വിശദമായിട്ട് പരിശോധിക്കാം. എന്താണ് SFIO? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO നിലവിൽ വന്നത് 2003 ഈ അന്വേഷണ സംവിധാനം. 2013 കമ്പനി നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഏജൻസിയായി പുനഃസംഘടിപ്പിച്ചു SFIOയെ. പ്രവർത്തനം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് MCAക്ക് കീഴിലാണ്. ചുമതല ഗുരുതര കോർപ്പറേറ്റ് സാമ്പത്തിക തട്ടിപ്പുകളുടെ അന്വേഷണമാണ് SFIOയുടേത്. ആദായ നികുതി വകുപ്പ്, CBI എന്നിവയുമായി ഏകോപിപ്പിച്ചാണ് SFIO പ്രവർത്തിക്കുന്നത്. കമ്പനി രജിസ്ട്രാറിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കുകയാണ് ചെയ്യുക. ഇത്തരം ഗൗരവതരമായുള്ള സംഭവങ്ങൾ വന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആവശ്യപ്രകാരം അന്വേഷണം ഏറ്റെടുക്കാം എന്നതാണ് കാര്യം. വേഗത്തിൽ കണ്ടുപോകാം. പൊതുതാൽപര്യാർത്ഥവും SFIO കേസുകൾ ഏറ്റെടുക്കും. റെയ്ഡ് നടത്തി തെളിവുകൾ പിടിച്ചെടുക്കാൻ അധികാരമുണ്ട് SFIOക്ക്. വിചാരണ നടത്താനും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും അധികാരമുണ്ട് SFIOക്ക്. 5 വർഷത്തിനിടെ SFIO അന്വേഷിച്ചത് 72 കേസുകളാണ് എന്ന് നമുക്ക് കാണാം. CMRL എക്സാലോജിക് കേസ് ഇതാണ്. വിവാദത്തിന് തുടക്കം ആദായ നികുതി ഇൻട്രീം സെറ്റിൽ ബോർഡിന്റെ കണ്ടെത്തലാണ്. CMRL നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനിക്ക് പണം നൽകി എന്നതാണ് ഇതിന്റെ കണ്ടെത്തലുണ്ടായിരുന്നത്. 2017-2020 കാലത്ത് 1.72 കോടി രൂപ എക്സാലോജിക്കിന് കിട്ടിയെന്നാണ് ഇതിന്റെ കണ്ടെത്തൽ. ബിസിനസ് ചെലവുകൾക്ക് പണം നൽകുന്നത് IT നിയമപ്രകാരം അനുവദനീയമാണ്. എങ്കിലും നൽകിയ തുക ഈ ഗണത്തിൽ പെടില്ല എന്നാണ് ഇന്ററിം സെറ്റിൽ ബോർഡ് കണ്ടെത്തിയതെന്നാണ് ഗൗരവമാക്കുന്നത്. ഇതിനെ കരാർ പ്രകാരമുള്ള സേവനങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എന്നുകൂടെ ബോർഡ് കണ്ടെത്തിയതോടെ കാര്യങ്ങൾ ഗൗരവത്തിലായി. നിർണായകമായത് സേവനം കിട്ടിയിട്ടില്ല എന്ന CMRL ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ്. അതാണ് അതിന്റെ കാര്യം. CMRL 135 കോടി 54 ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ആദായ നികുതി വകുപ്പ് ആകെ കണ്ടെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും 95 കോടിയോളം രൂപ കൊടുത്തു. 73 കോടിയിലേറെ രൂപ വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ല എന്നും CMRL ബാധിച്ചു അവിടെ. പക്ഷേ 57 കോടി 78 ലക്ഷം രൂപയ്ക്ക് നികുതി അടക്കാമെന്ന് CMRLന്റെ ഒത്തുതീർപ്പ് അപേക്ഷ ഉണ്ടായിരുന്നു. സംവിധാനങ്ങൾക്ക് മുമ്പിൽ 82 കോടിയോളം രൂപ നികുതി അടക്കണമെന്ന് ബോർഡിന്റെ തീർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വന്നു. കമ്പനികൾക്കിടയിൽ നികുതി വെട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്നുവെന്ന ആരോപണമാണ് ഇതിനെ കുറെ കൂടെ ഗൗരവത്തിലാക്കിയത്. വിഷയം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് മുന്നിലേക്ക് പോയി. അപ്പോഴാണ് SFIO എത്തിയത്. 2023 സെപ്റ്റംബറിൽ ഷോൺ ജോർജ് അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകി. അതിന്മേലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇൽമനൈറ്റ് സംഭരണത്തിനായി കൈക്കൂലി നൽകിയെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. 2024 ഏപ്രിലിൽ SFIO അന്വേഷണം ചോദ്യം ചെയ്ത് CMRL ഡൽഹി ഹൈക്കോടതിയിലേക്ക് പോയി. 2024 ഒക്ടോബറിൽ വീണയെ SFIO ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകളെ ഉൾപ്പെടെ പ്രതി ചേർത്ത് SFIയുടെ കുറ്റപത്രം അല്പം മുമ്പ് വന്നു. കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് വീണയെ പ്രതി ചേർത്തത്. വീണയും എക്സാലോജിക് കമ്പനിയും 2.7 കോടി രൂപ കൈപ്പറ്റിയെന്നാണ്
കേസ്. CMRL ആകെ 197 കോടിയിലേറെ രൂപയുടെ വെട്ടിപ്പ് നടത്തി എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വിവരം. വിചാരണയ്ക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടായിട്ടുമുണ്ട്. വീണയെ പ്രതി ചേർത്തത് കമ്പനികാര്യ നിയമം 447 വകുപ്പ് പ്രകാരമാണ് എന്നും നമുക്കിപ്പോൾ അറിയാം. 10 വർഷം വരെ തടവ്, തട്ടിപ്പിലൂടെ നേടിയതിന് തുല്യമായതോ 3 ഇരട്ടി പിഴയോ ലഭിക്കാം എന്നതാണ് ഈ കേസിന്റെ ഗൗരവത്തെ ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നത്. SFIO നടപടി CMRL ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് എന്ന സവിശേഷത കൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. ജസ്റ്റിസ് ഗിരീഷ് കത്പാലി ജൂലൈയിലാണ് ആ കേസിൽ വാദം കേൾക്കുക. ആദ്യം വാദം കേട്ട ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിനെ അലഹബാദിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. ഇന്ററിം സെറ്റിൽ ബോർഡ് തീർപ്പാക്കിയ കേസിൽ പിന്നീട് പ്രോസിക്യൂഷൻ പാടില്ല എന്നതാണ് SFIയുടെ രാഷ്ട്രീയ നീക്കമാണ് എന്താ വാദത്തിന് ഉപോത്ബലകമായിട്ട് CPMകാർ പറയുന്നത്. ഇത് പരിഗണിക്കാതെ കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകി എന്നതാണ് വാദം. കമ്പനിക്ക് നഷ്ടമോ ഡയറക്ടർ ബോർഡിൽ ആരെങ്കിലും ലാഭമോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് CPMന് അനുകൂലമായിട്ടുള്ള ആളുകൾ പറയുന്നു. സെക്ഷൻ 447 പ്രകാരം കേസെടുക്കാൻ അനുമതി ഇത്തരം ഫ്രോഡ് നടന്നാൽ മാത്രമാണുള്ളതെന്നും വീണയുടെ അഭിഭാഷകർ പറയുന്നു. CMRLലോ അനുബന്ധ കമ്പനികളിലോ ആർക്കും പരാതിയില്ല എന്നതുകൂടെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. വീണയ്ക്കും എക്സാലോജിക്കിനും നൽകിയ തുക കൃത്യമായി നികുതി അടച്ചതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം അവർക്ക് അനുകൂലമായിട്ടുള്ളത്. കൈക്കൂലി പണം എന്ന കേസ് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തലുണ്ട് എന്നവർ പറയുന്നു. പണം നൽകി എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയതായി റിപ്പോർട്ടില്ല. 95 കോടി CMRL രാഷ്ട്രീയക്കാർക്ക് നൽകിയെന്ന് ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ കണ്ടെത്തലുണ്ട് എന്നാണ് ആ അഴിമതി അന്വേഷിക്കണ്ടേ എന്ന ചോദ്യത്തെ പ്രബലമാക്കുന്നത്. CMRL CFO K. സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് 2019 ഡയറി കണ്ടെടുത്തിരുന്നു. ഈ ഡയറിയാണ് പ്രമാദമായ കാര്യം. ഇതിൽ PV, OC, RC, KK, IK എന്നിങ്ങനെ ചുരുക്കെഴുത്തുകളായിരുന്നു അവർക്ക് കൊടുത്ത പണവുമായി ബന്ധപ്പെട്ട് എഴുതിയിരുന്നത്. ഇത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണ് എന്ന മൊഴി കൂടെയുണ്ട് എന്നതാണ് ഈ സംഭവ വികാസങ്ങളെ കൂടുതൽ ഗൗരവത്തിലാക്കുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ആളുകളുണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസ് എന്ന നിലയ്ക്ക് ഇത് വളരെ ഹോട്ടായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താ ഹർഷന് തോന്നുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ചെറിയ മട്ടിലാണെങ്കിലും ചർച്ച ചെയ്ത് പോയിരുന്നു. തീർച്ചയായും ആ സമയത്ത് അത് വീണ തൈക്കണ്ടിയിലിന് അനുകൂലമായി, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്ന സാഹചര്യത്തിലാണ് നമ്മളത് എടുത്തത്. ആ ഘട്ടത്തിലും നമുക്ക് പറയാനുണ്ടായിരുന്നത് ഒരു വിമർശനമായിരുന്നു. ആ വിമർശനത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും തുടങ്ങേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ എന്തുകൊണ്ടും എക്സാലോജിക്ക് ബാധ്യസ്ഥരാണ്. അവർ പക്ഷേ ഒരു വിശദീകരണം ആദ്യം മുതൽ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതൊന്ന്. 2, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ 2 കാര്യവും വേണ്ടതാണ് എന്ന് നമുക്കടക്കം തോന്നുന്ന വിഷയമാണ്. എല്ലാവർക്കും തോന്നുന്ന വിഷയമാണ്. മാധ്യമങ്ങൾക്ക്, ആളുകൾക്ക് പൊതുവെ തന്നെ തോന്നുന്ന വിഷയമാണ്. അവരൊന്ന് വിശദീകരിക്കണമോ അല്ലോ എന്ന കാര്യം. പക്ഷേ ഇതിൻ്റെ ഒരു വളർച്ചയിൽ ഇത് ഈ ഉള്ളി പൊളിക്കുന്നത് പോലെ ആയി പോകുന്നത് കാണുമ്പോഴുള്ള മറ്റൊരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് സംഭവിക്കുക. എത്ര വേണമെങ്കിലും ചർച്ച ചെയ്തോട്ടെ. ഇപ്പോൾ പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഈ കമല ഇന്റർനാഷണൽ അടക്കം കൊണ്ടുവന്ന് ലാവ്ലിൻ കേസ് കാലത്ത് എന്തെല്ലാം പറഞ്ഞു, പക്ഷേ അപ്പോഴൊന്നും പ്രതികരണത്തിന് തയ്യാറല്ല. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണ് എന്നത് നോക്കിയാൽ പോരെ എന്നുള്ള ന്യായവാദമാണ് പിണറായി വിജയനുള്ളത്. കാരണം നിരന്തരം മാധ്യമങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് എല്ലാത്തിനോടും പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ എന്ത് സേവനമാണ് നൽകിയത് എന്ന കാര്യത്തിൽ ഈ സാഹചര്യത്തിലെല്ലാം അതിലിപ്പോൾ ഒരു കേസൊന്നും വരാൻ സാധ്യത ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. ഇതൊന്നും നിലനിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്തിമമായി നോക്കുമ്പോൾ ഇത് എക്സാലോജിക്കും CMRLും മാത്രം ഉൾപ്പെടുന്ന ആ 2 കമ്പനികൾക്കിടയിലുള്ള ഒരു ഇടപാട് മാത്രമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് നടന്നതായി കമ്പനികൾക്കാർക്കും പരാതിയില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് എന്ന നിലയ്ക്ക് അത് നിലനിൽക്കാനും പോകുന്നില്ല. അന്തിമഘട്ടത്തിൽ ഈ വിധി ഇവർക്കെതിരാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷേ ഈ ഒരു വിശദീകരണം ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ള സംശയം, അല്ലെങ്കിൽ എന്ത് സേവനമാണ് എന്നുള്ള സാധാരണ ആളുകളുടെ ചില ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടല്ലോ. ആ ചോദ്യങ്ങൾ അവിടെ കിടക്കുമെന്നേ ഉള്ളൂ, അതിനപ്പുറത്തില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ വീണ്ടും ഇത് എങ്ങനെയാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയം കൂടുതൽ പിണറായി വിജയൻ്റെ മകൾക്ക് അനുകൂലമായി, അല്ലെങ്കിൽ CPIMന് ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ ആരാണ് ഒരു കുറ്റപത്രം ആർക്കാണ് സമർപ്പിക്കുക? കുറ്റപത്രം ഏതെങ്കിലും ചാനലിൻ്റെ മുറിയിലാണോ സമർപ്പിക്കുന്നത്? കുറ്റപത്രം കോടതിയിലല്ലേ സമർപ്പിക്കേണ്ടത്? ഈ വിഷയത്തിൽ എവിടെയാണ് SFIOയുടെ കുറ്റപത്രം ആദ്യം കിട്ടിയത്? അത് കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റേത് എന്ന് നാട്ടുകാർ പറയുന്നതും എന്നാൽ എൻ്റെ അല്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതുമായ ചാനലിൻ്റെ മുറിയിൽ നിന്നിട്ടാണ് അതിൻ്റെ അവതാരകൻ ഈ കുറ്റപത്രത്തിലെ വിവരങ്ങൾ ആദ്യം പുറത്തു വിടുന്നത്. കുറ്റപത്രത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം മാധ്യമ സ്ഥാപനങ്ങളിൽ ഉണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് പറയാമല്ലോ, ഇത് കണ്ടോ, കൃത്യമായ ഗൂഢാലോചന നടന്നിരിക്കുന്നു. കമ്പനികാര്യ മന്ത്രാലയം തന്നെയാണ് SFIO ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ SFIO ഇതാ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ സമർപ്പിക്കുന്നു. അത് ആദ്യം ലഭിക്കുന്നത് ആർക്കാണ്? BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ സ്ഥാപനം അടക്കമുള്ള സ്ഥാപന മാധ്യമങ്ങളിലാണ് ആദ്യം വരുന്നത്. ഇത് എത്ര സിമ്പിളായി, ലളിതമായി
ഇടതുപക്ഷത്തിന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ CPIM-ന് പിണറായി വിജയൻ്റെ മകൾക്ക് എല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകാവുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല SFIയുടെ അന്വേഷണം തന്നെ സീരിയസ് ഫ്രോഡ് നടന്നാലേ ഈ അന്വേഷണമുള്ളൂ. അതേതെങ്കിലും ഈ കമ്പനിക്കുള്ളിൽ നിന്നൊരു പരാതി ഉണ്ടാവണം. അവിടെയാണ് എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് അതാണ്. അതായത് ഇതിപ്പോൾ കോർപ്പറേറ്റ് സ്കാമുകളും സങ്കീർണമായ ഫിനാൻഷ്യൽ തട്ടിപ്പുകളും അന്വേഷിക്കുക എന്താണ് അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ലാർജ് എമൗണ്ട് ഓഫ് മണി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സീരിയസ് കോർപ്പറേറ്റ് കേസുകളാണ് സാധാരണഗതിയിൽ SFIO അന്വേഷിക്കുക. ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇവരുടെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ IL&FS സ്കാം ഒരു അഴിമതി കേസ് 91,000 കോടി രൂപയുള്ള കേസാണ് 2018. അതായത് ഒന്ന് അന്വേഷിച്ചത്. സത്യം കമ്പ്യൂട്ടർ സ്കാം 7,000 കോടി രൂപ, ആദ്യത്തേത് 91,000, രണ്ടാമത്തേത് 7,000 കോടി രൂപ, അത് 2009 ഫോർട്ടിസ് ഹെൽത്ത് കെയർ ഫ്രോഡ് 2,300 കോടി രൂപ, ഭൂഷൺ സ്റ്റീൽ ഭൂഷൺ പവർ സ്കാം 50,000 കോടി രൂപ, അമ്രപാലി റിയൽ എസ്റ്റേറ്റ് സ്കാം ഏതാണ്ട് 50,000-അടുത്തുള്ള സ്കാം, രാമലിംഗ രാജു ഉൾച്ചേർന്നുള്ള സത്യം കേസുണ്ടല്ലോ, അത് 7,000 കോടി രൂപ, നീരവ് മോദി, മെഹുൽ ചോക്സി, സഹാറ ഗ്രൂപ്പിന്റെ സുബ്രത റോയ് എന്നൊക്കെ 7,000, 6,000, 4,000 ഒക്കെ വലിയ ലെവലിലുള്ള കളിയാണ്. ഇവിടെ പക്ഷേ നോക്കുമ്പോൾ എന്താണ്, എപ്പോൾ നോക്കുമ്പോൾ 1.72 കോടി രൂപ, അത് 3 വർഷത്തിനിടയിലാണ് ഈ പണം എന്ന് ഓർക്കണം. ഒരു കമ്പനിയിൽ നിന്ന് ഞാൻ ഹർഷന്റെ കമ്പനിക്ക് സേവനം തരാമെന്ന് പറഞ്ഞു, കമ്പനി എനിക്ക് ലോണായി ചേർത്ത് നമ്മൾ ഇത് മാത്രം നോക്കുക. അതായത് സേവനത്തിന് എന്ന് പറയുന്നത് 1.72 കോടി രൂപ, 1,72 ലക്ഷം രൂപ വീണയുടെ ഫേം വാങ്ങിയെന്ന് പറയുന്നത് 3 വർഷത്തിന് സേവനത്തിന് എന്നാണ്. അത് മാസത്തിലെ കണക്കിലെടുത്താൽ എന്താണെന്നറിയോ, 4,77,000 രൂപയാണ് ഒരു മാസം വാങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ടുന്ന കേസാണോ ഇത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം അത് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ്, സാമ്പത്തിക അന്വേഷണം അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണ് എന്ന് CPM-കാർ പറയുന്ന പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അവരിങ്ങനെ പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കേസാണ്, ഇത്രയും പ്രധാനപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന ഇത്രയും വലിയൊരു ഏജൻസി വരേണ്ട സാഹചര്യമുണ്ടോ നോക്കുമ്പോൾ നമ്മൾ ED, കേന്ദ്ര സർക്കാരിൻ്റെ ചില മറ്റ് സംസ്ഥാനങ്ങളിലെ അന്വേഷണങ്ങൾ ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ CPM-കാർ പറയുന്നത് ശരിയല്ലേ എന്നൊരു തോന്നലാണ് ഉള്ളിലേക്ക് ഉണ്ടാവുക. പക്ഷേ അപ്പോഴും PV, OC, RC, KK, IK, പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, VK ഇബ്രാഹിം കുഞ്ഞ് ഇവരുടെ പേരിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെയാണ് അത് കണ്ണൂർ. ഞാൻ പറയുന്നത് ഇത്തരം പേരുകൾ ഉണ്ടെങ്കിൽ ആ കാര്യമാണ് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടെന്നൊരു കാര്യമുണ്ട് എനിക്ക്. പക്ഷേ ഈ കാര്യം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് എന്തുകൊണ്ട് വീണ തൈക്കണ്ടിയിൽ വിശദീകരിക്കുന്നില്ല? അവർക്ക് നിശ്ചയമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. അവർ കമ്പനി നടത്തിയിരുന്ന ആളാണ്, ഒരു കമ്പനിയുടെ ഉടമയാണ്. ആ കമ്പനിക്കെതിരെ വളരെ കാര്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസവും വളരെ മൃദുവായിട്ടൊക്കെ പറഞ്ഞു പോയതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനം കേരളം പോലെ 3.25 കോടി ജനതയുള്ളൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെന്ന സ്ഥാനത്തിരുന്നിട്ട് അഴിമതി നടത്തിയിരിക്കുന്നു എന്നൊരു ആക്ഷേപം വന്നാൽ അവരിറങ്ങി എന്നിട്ട് ആളുകളോട് സംസാരിക്കണം. അവർക്ക് പ്രൈവറ്റ് ആയിട്ടിരിക്കാനുള്ള അവകാശം ഇപ്പോൾ അവർ കമ്പനി ഒരു ഷെയ്ഡി സാഹചര്യങ്ങളിലേക്ക് പ്രതിപക്ഷം ചൂണ്ടിവെച്ചിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു പ്രൈവറ്റ് പേഴ്സൻ്റെ കമ്പനി ആ നിലക്ക് ആക്ഷേപത്തിൽ വന്നപ്പോൾ ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചയാകുമ്പോൾ CPIM എന്ന പാർട്ടിയുടെ നേതാക്കളല്ല, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വരുന്നു, സംസാരിക്കുന്നു എന്നത് ശരിയാണ്. അവരുടെ പാർട്ടിയുടെ നേതാവിനെ ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ട് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം വരും എന്ന ബാധ്യത അവിടെ ഉണ്ട് എന്നിരിക്കെ തന്നെ അവരെപ്പോഴെങ്കിലും വന്നിട്ട് ഈ കാര്യം കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരോടും അല്ലാതെ നാട്ടുകാരോട് പറയാൻ ബാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സനീഷേ, ഒരു കാര്യമുണ്ട്. കാരണം രാജ്യത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ കുറേ കാലയളവിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ എത്ര മുഖ്യമന്ത്രിമാർ ജയിലിൽ പോയി. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ജയിലിൽ അയക്കണമെങ്കിൽ ജയിലിൽ അയക്കാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത കണ്ടെത്താൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ടാർഗറ്റ് ചെയ്യുന്നത് നടക്കില്ല, ആ കളി ഇവിടെ നടക്കില്ല എന്നാണ് CPIM ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് അതിൽ വിശദീകരിക്കാൻ ഈ പ്രശ്നമുണ്ട്. മാത്രമല്ല ഒറ്റ കാര്യമുണ്ട്, ഇതിൽ ഈ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം അന്വേഷിക്കേണ്ടത് 95 കോടിയാണോ ഈ പറയുന്ന 2.7 ഞാൻ പറഞ്ഞത് വീണ മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ട് തന്നെ അവർക്കെതിരായി വരുന്ന ഒരു ആരോപണത്തിന്റെ നിഴൽ മുഖ്യമന്ത്രിയിലേക്കും സർക്കാരിലേക്കും വീഴും. 3 കോടതികൾ പരിശോധിച്ച് തീർപ്പാക്കിയ ഒരു വിഷയം, ഇപ്പോഴും ഒരു കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ഇന്ററിം സെറ്റിൽമെന്റിന്റെ തീർപ്പ് കഴിഞ്ഞാൽ കേസെടുക്കാറില്ല എന്ന കീഴ്വഴക്കം ലംഘിച്ച് ഇപ്പോൾ കുറ്റപത്രത്തിലും പ്രോസിക്യൂഷൻ അനുമതിയിലും എത്തി നിൽക്കുന്നു. രാഷ്ട്രീയമായി മാത്രമല്ല നിയമപരമായും വീണ വിചാരണയ്ക്ക് വിധേയയാകുന്നു. ഒരു തരത്തിൽ അത് നല്ലത് തന്നെയെന്ന് RDX കരുതുന്നു. പൊതു ഓഫീസ് കൈയാളുന്നവരുടെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും നേർക്ക് നീളുന്ന ആരോപണങ്ങൾ നിയമപരമായ സ്ക്രൂട്ടിനിക്ക് വിധേയമാകട്ടെ. അത് ജനാധിപത്യത്തിൽ ആരോഗ്യകരമാണ്. ഇനി CPIM ആരോപിക്കുമ്പോൾ ഇതൊരു ഗൂഢാലോചനയാണെങ്കിൽ അത് ബോധ്യപ്പെടാനുള്ള ശേഷി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക്.